എന്താണ് ക്രെഡിറ്റ്? വാട്ട് ഈസ് ക്രെഡിറ്റ്? ലളിതമായി പറഞ്ഞാൽ ക്രെഡിറ്റ് എന്നത് ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ നിങ്ങൾക്ക് പണം കടം വാങ്ങാനോ സാധനങ്ങളോ സേവനങ്ങളോ ഇപ്പോൾ നേടാനോ ഉള്ള കഴിവാണ്, ഭാവിയിൽ തിരികെ നൽകാം എന്ന ഉറപ്പിൽ. ഇത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾ കൃത്യസമയത്ത് പണം തിരികെ നൽകുമെന്ന് കടം കൊടുക്കുന്നയാൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ക്രെഡിറ്റ് ലഭിക്കുന്നത്. ക്രെഡിറ്റിന്റെ പ്രധാന രൂപങ്ങൾ. മെയിൻ ഫോംസ് ഓഫ് ക്രെഡിറ്റ്. സാധാരണയായി ക്രെഡിറ്റ് താഴെ പറയുന്ന രൂപങ്ങളിലാണ് കാണപ്പെടുന്നത്. 1. ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ബാങ്കുകൾ നൽകുന്ന പ്ലാസ്റ്റിക് കാർഡാണിത്. ഒരു നിശ്ചിത പരിധിവരെ ക്രെഡിറ്റ് ലിമിറ്റ് നിങ്ങൾക്ക് പണം ചെലവഴിക്കാനുള്ള അനുമതി ലഭിക്കുന്നു. ചെലവഴിച്ച പണം ഒരു ബിൽ സൈക്കിളിനുള്ളിൽ, സാധാരണയായി 30 ദിവസം, തിരികെ അടച്ചാൽ പലിശ രഹിതമായിരിക്കും. അതിനുശേഷം അടയ്ക്കാൻ വൈകിയാൽ ഉയർന്ന പലിശ ഈടാക്കും. പ്രധാന ഉപയോഗങ്ങൾ. ഓൺലൈൻ ഷോപ്പിംഗ്, ബില്ലുകൾ അടയ്ക്കൽ, അത്യാവശ്യഘട്ടങ്ങളിൽ പണം കണ്ടെത്തൽ, റിവാർഡ് പോയിന്റുകൾ നേടൽ. 2. വായ്പകൾ. ലോൺസ്. വീട് വാങ്ങാൻ ഹോം ലോൺ, വാഹനം വാങ്ങാൻ കാർ ലോൺ, വ്യക്തിഗത ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ലോൺ, പഠന ആവശ്യങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ, ബിസിനസ് ആവശ്യങ്ങൾക്ക് ബിസിനസ് ലോൺ എന്നിങ്ങനെ പലതരം വായ്പകളുണ്ട്. ഒരു നിശ്ചിത തുക ഒന്നിച്ച് കടം വാങ്ങുകയും പലിശയടക്കം പ്രതിമാസ തവണകളായി EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് തിരികെ അടയ്ക്കുകയും ചെയ്യുന്നു. ക്രെഡിറ്റിന്റെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് ക്രെഡിറ്റ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ, ഫുൾഫില്ലിംഗ് നീഡ്സ്, വലിയ തുക ആവശ്യമുള്ള വീടോ കാറോ പോലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കാൻ ക്രെഡിറ്റ് സഹായിക്കുന്നു. അത്യാഹിത ഘട്ടങ്ങളിൽ, ഡ്യൂറിംഗ് എമർജൻസീസ്, അപ്രതീക്ഷിതമായ മെഡിക്കൽ ചെലവുകൾ പോലുള്ള അത്യാഹിതങ്ങളിൽ ക്രെഡിറ്റ് കാർഡുകളോ വ്യക്തിഗത വായ്പകളോ സഹായകമാകും. ക്രെഡിറ്റ് സ്കോർ നിർമ്മിക്കാൻ. ബിൽഡിംഗ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ CIBIL സ്കോർ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇത് ഭാവിയിൽ വായ്പകൾക്കും ക്രെഡിറ്റ് കാർഡുകൾക്കും എളുപ്പത്തിൽ അംഗീകാരം ലഭിക്കാൻ സഹായിക്കും. ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് സ്കോർ CIBIL സ്കോർ. വിശദമായി, എന്താണ് ക്രെഡിറ്റ് സ്കോർ? ഇത് 300നും 900നും ഇടയിലുള്ള ഒരു 3 അക്ക സംഖ്യയാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് പേയ്മെന്റ് ചരിത്രത്തെയും സാമ്പത്തിക ശീലങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ CIBIL, എക്സ്പീരിയൻ, എക്വിഫാക്സ്, CRIF, ഹൈമാർക്ക് തുടങ്ങിയ ഏജൻസികളാണ് ക്രെഡിറ്റ് സ്കോർ നൽകുന്നത്. ഇതിൽ CIBIL ആണ് ഏറ്റവും പ്രചാരമുള്ളത്. ഒരു ഉയർന്ന ക്രെഡിറ്റ് സ്കോർ, സാധാരണയായി 750ന് മുകളിൽ, നിങ്ങൾ ഒരു ഉത്തരവാദിത്തമുള്ള കടം വാങ്ങുന്നയാളാണെന്ന് സൂചിപ്പിക്കുന്നു. ക്രെഡിറ്റ് സ്കോറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 1. പേയ്മെന്റ് ചരിത്രം. പേയ്മെന്റ് ഹിസ്റ്ററി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത്. ലോൺ, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ കൃത്യസമയത്ത് അടയ്ക്കുന്നത് സ്കോർ വർദ്ധിപ്പിക്കും. വൈകിയുള്ള പേയ്മെന്റുകൾ സ്കോർ കുറയ്ക്കും. 2. കടത്തിന്റെ അളവ്. അമൗണ്ട് ഓവേഡ്. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. നിങ്ങളുടെ ക്രെഡിറ്റ് പരിധിയുടെ എത്ര ശതമാനം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്. ക്രെഡിറ്റ് പരിധിയുടെ 30% താഴെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. 3. ക്രെഡിറ്റ് ചരിത്രത്തിന്റെ ദൈർഘ്യം. ലെങ്ത് ഓഫ് ക്രെഡിറ്റ് ഹിസ്റ്ററി. നിങ്ങൾ എത്ര കാലമായി ക്രെഡിറ്റ് ഉപയോഗിക്കുന്നു എന്നതും ഒരു ഘടകമാണ്. കൂടുതൽ പഴക്കമുള്ളതും നല്ലതുമായ ക്രെഡിറ്റ് ചരിത്രം സ്കോറിന് ഗുണകരമാണ്. 4. പുതിയ ക്രെഡിറ്റ് അപേക്ഷകൾ. ന്യൂ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ്. ഒരേ സമയം നിരവധി വായ്പകൾക്കോ ക്രെഡിറ്റ് കാർഡുകൾക്കോ അപേക്ഷിക്കുന്നത് നിങ്ങളുടെ സ്കോറിനെ താൽക്കാലികമായി ബാധിക്കും. 5. ക്രെഡിറ്റ് തരങ്ങളുടെ മിശ്രിതം. മിക്സ് ഓഫ് ക്രെഡിറ്റ് ടൈപ്സ്. സുരക്ഷിതമല്ലാത്ത ക്രെഡിറ്റ് കാർഡ്. സുരക്ഷിതമായ ഹോം ലോൺ വായ്പകളുടെ നല്ലൊരു മിശ്രിതം ക്രെഡിറ്റ് സ്കോറിന് ഗുണകരമാണ്. ഉയർന്ന ക്രെഡിറ്റ് സ്കോറിന്റെ പ്രയോജനങ്ങൾ. വായ്പകൾക്കും ക്രെഡിറ്റ് കാർഡുകൾക്കും എളുപ്പത്തിൽ അംഗീകാരം ലഭിക്കുന്നു. കുറഞ്ഞ പലിശ നിരക്കുകൾക്ക് വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ട്. മികച്ച ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങൾ, റിവാർഡുകൾ, ഓഫറുകൾ ലഭിക്കാം. ക്രെഡിറ്റ് എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാം. ഹൗ ടു യൂസ് ക്രെഡിറ്റ് റെസ്പോൺസിബിളി. കൃത്യസമയത്ത് പേയ്മെന്റുകൾ നടത്തുക. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഏറ്റവും പ്രധാനമാണ്. മുഴുവൻ തുകയും അടയ്ക്കുക. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ മിനിമം തുക മാത്രം അടയ്ക്കാതെ മുഴുവൻ തുകയും അടയ്ക്കാൻ ശ്രമിക്കുക. അല്ലാത്തപക്ഷം ഉയർന്ന പലിശ നൽകേണ്ടിവരും. കടക്കെണിയിൽപ്പെടരുത്. നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്നതിലും കൂടുതൽ കടം വാങ്ങരുത്. ക്രെഡിറ്റ് പരിധിക്ക് താഴെ ഉപയോഗിക്കുക. ക്രെഡിറ്റ് കാർഡിന്റെ അനുവദനീയമായ പരിധിയുടെ 30% താഴെ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത വായ്പകൾ ഒഴിവാക്കുക. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കായി വായ്പ എടുക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പതിവായി പരിശോധിക്കുക. തെറ്റായ വിവരങ്ങൾ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് CIBIL റിപ്പോർട്ട് വർഷത്തിലൊരിക്കലെങ്കിലും പരിശോധിക്കുക. ക്രെഡിറ്റിന്റെ ദോഷങ്ങൾ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ക്രെഡിറ്റ്. കടക്കെണി. ഡെപ്റ്റ് ട്രാപ്പ്. ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അമിതമായി കടം കയറാനും കടക്കെണിയിൽ അകപ്പെടാനും സാധ്യതയുണ്ട്. ഉയർന്ന പലിശ നിരക്കുകൾ. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ക്രെഡിറ്റ് കാർഡുകൾക്കും വ്യക്തിഗത വായ്പകൾക്കും ഉയർന്ന പലിശ നിരക്കുകളുണ്ടാകാം. അധിക ഫീസുകൾ. അഡീഷണൽ ഫീസ്. വാർഷിക ഫീസ്, വൈകിയുള്ള പേയ്മെന്റ് ഫീസ്, പ്രോസസ്സിംഗ് ഫീസ് തുടങ്ങിയവ ഉണ്ടാകാം. ക്രെഡിറ്റ് സ്കോറിന് ദോഷം. ഡാമേജ് ടു ക്രെഡിറ്റ് സ്കോർ. പേയ്മെന്റുകൾ മുടക്കുകയോ അമിതമായി കടമെടുക്കുകയോ ചെയ്താൽ ക്രെഡിറ്റ് സ്കോർ മോശമാകുകയും ഭാവിയിൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും.